ഇന്ന് നമുക്ക് ഇവിടെ ഒരു ഓട്ടോയുടെ വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പുട്ടി വർക്കും എല്ലാം ഓൾറെഡി കഴിഞ്ഞതാണ്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് പി എസ് ഗ്രേ മിക്സ് ആക്കുന്നതെന്ന് വെച്ചാൽ ഒരു 200 പി എസ് ഗ്രേ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലൊരു 150 ടിന്നർ ഒഴിച്ച്, എന്നാലാണ് നമുക്ക് സ്പ്രേ ഗണ്ണിന്ന് നല്ല രീതിയിൽ സ്പ്രേ പുറത്തോട്ട് വരും. ഓൾറെഡി നല്ല തിക്നെസ്സിലാണ് പി എസ് ഗ്രേ വരുന്നത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇന്നർ വേണ്ട ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ അടിക്കുന്ന സ്ഥലം നല്ല ക്ലോത്ത് വെച്ച് പൊടിയെല്ലാം നല്ല രീതിയിൽ ഒഴിവാക്കുക. അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് കവറിങ് ആക്കി എടുക്കരുത്. പാറ്റി അടിച്ച് പറത്തി അടിക്കുക. എന്നിട്ട് കവറിങ് ആക്കി എടുക്കുക. ഈ പി എസ് ഗ്രേ അടിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ നമ്മൾ പേപ്പർ വെച്ച് ഉരച്ച ചെറിയ മാർക്കുകളെല്ലാം ഉണ്ടാവും. അതെല്ലാം അതിൽ കവറായി പോയിക്കോളും. അതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ പ്രൈമർ അടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പി എസ് ഗ്രേ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പി യു പെയിൻ്റ് അടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അതിൻ്റെ മിക്സിങ് കാര്യമെല്ലാം ഉൾപ്പെടുത്താം. പി എസ് ഗ്രേ അടിച്ച് കഴിഞ്ഞ് ഒരു 600-ൻ്റെ പേപ്പർ വെച്ച് നല്ലോണം കട്ട് ചെയ്യണം. വെള്ളം കൂട്ടി നല്ല കട്ട് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ എടുക്കുന്നത് 200 പി യു പെയിൻ്റാണ്. പി യു യെല്ലോ 200 പി യു പെയിൻറ്റിന് 100 ഹാർഡനർ, അതുപോലെ തന്നെ 80 ടിന്നറും 80 മില്ലി ടിന്നറും. 100 പെയിൻറ്റാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ 50 ഹാർഡനർ, 40 മില്ലി ടിന്നറും. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കുക. ഇതടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒരൊറ്റ കോട്ടിൽ കവറിങ് ആക്കാൻ എടുക്കാൻ ശ്രമിക്കരുത്. അത് പറത്തി അടിച്ച് കവറിങ് ആക്കി കൊണ്ടുവരിക വേണ്ട. ടിന്നർ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നിപ്പോണിൻ്റെ ടിന്നറാണ്. ഒരു 3 കോട്ടോളം അടിക്കണം, എന്നാലാണ് നമുക്ക് വിചാരിക്കുന്നൊരു ഫിനിഷിങ് കിട്ടും. നല്ല ഗ്ലേസിങ്ങും കാര്യം അല്ലെങ്കിൽ തന്നെ ഒരു 3 കോട്ട് നല്ല രീതിയിൽ അടിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഗണ്ണിൽ ഒഴിക്കുമ്പോൾ നല്ലോണം അരിച്ചിട്ട് ഒഴിക്കണം. ഇത് ഞാൻ ഓൾറെഡി അരിച്ച് വെച്ചതുകൊണ്ടാണ് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല. അരിച്ചിട്ടാണ് ഗണ്ണിലേക്ക് ഒഴിക്കാവൂ. നമുക്ക് അടിക്കുന്നതിൻ്റെ മുന്നേ ശ്രദ്ധിക്കണം, നിങ്ങൾ തീരെ പൊടിയോ കാര്യമോ ഒന്നും ഉണ്ടാകരുത്. നല്ല കോത്ത് വെച്ച് നല്ലോണം തുടച്ചിട്ട് അടിക്കണം. ആദ്യത്തെ കോട്ട് പറത്തി അടിക്കണം. ഒറ്റയടിക്ക് കവറിങ് ആക്കി എടുക്കാൻ ശ്രമിക്കരുത്. ഞാനിവിടെ ഒരു 3 കോട്ടോളം അടിച്ചിട്ടുണ്ട്. ആദ്യത്തെ കോട്ട് നല്ല പറത്തി അടിച്ച് കവറിങ്ങൊന്നും ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ കോട്ട് കുറച്ചും കൂടി കട്ടിക്കിൽ അടിച്ച് പിന്നത്തെ ഒരു കോട്ട് നല്ല രീതിയിൽ അടിച്ച്.
യെല്ലോൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജാണിത്. ലാസ്റ്റ് ലുക്ക് നമുക്ക് നോക്കാം. ഒരു 3 കോട്ട് അടിച്ചാൽ ഇതുപോലെ തന്നെ നല്ല ഗ്ലേസിങ് ആയി കിട്ടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക.